വിശദമായ വാർത്തകളിലേക്കാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാർ നടത്തുന്ന സമരം ഇന്ന് 5ാം ദിവസം. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 13 ദിവസം മാത്രം ശേഷിക്കെ പലവിധ സമരരീതികൾ നടത്തി സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഇന്നലെയടക്കം ശയന പ്രദക്ഷിണം നടന്ന ഈ സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അതായത് തങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 13 ദിവസം മാത്രം ശേഷിക്കെയാണ് പലവിധ സമരവുമായി സർക്കാർ ശ്രദ്ധയിൽ ഈ വിഷയം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗാർത്ഥികളുള്ളത്. മറ്റു വിവരങ്ങൾ. വനിതാ പോലീസിന്റെ ലിസ്റ്റിലുള്ള CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം ഇപ്പോൾ 5 ദിവസമായി നിരാഹാരം തുടരുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഓരോ ദിവസം കടക്കും തോറും ഇനി എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ് ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ. അതായത് ഇനി 19ാം തീയതിയോടെ തന്നെ ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമായി അവസാനിക്കുന്ന സാഹചര്യമാണ്. ഈ അവസ്ഥയിൽ ഇവർക്ക് ഇനി പ്രതിഷേധം പല രീതിയിലും കടുപ്പിച്ചാൽ മാത്രമാണ് സർക്കാരിന് തിരിഞ്ഞു നോക്കാൻ തോന്നുക. അത്രത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. നേരത്തെ തന്നെ CPO റാങ്ക് ഹോൾഡേഴ്സ് ആദ്യം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഏതായാലും ആ ഹോൾഡേഴ്സ് രംഗത്ത് വന്നിരുന്ന സാഹചര്യത്തിൽ പോലും സർക്കാർ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. 10,000-ലധികം പേരാണ് അന്ന് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും ജോലി ലഭിക്കാതിരുന്നത്. ഇപ്പോൾ ഏതായാലും അതുപോലെ തന്നെയാണ് വനിതാ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഈ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സർക്കാർ ഇനിയെങ്കിലും അവസാന ഘട്ടത്തിലെങ്കിലും തിരിഞ്ഞു നോക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? അതെ, സർക്കാർ എന്തായാലും ഞങ്ങളെ കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയുള്ളത്. എത്ര നാളായി ഇപ്പോ പരീക്ഷ എഴുതാൻ നിങ്ങൾ ആരംഭിച്ചിട്ട്? പരീക്ഷ എന്ന് പറഞ്ഞാൽ 2022 ഞങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പൊ 3 വർഷത്തോളമായി ഫിസിക്കല് ലിസ്റ്റ് വന്ന് ഇപ്പോൾ ഇതാ ലിസ്റ്റ് അവസാനിക്കാൻ ഈ മാസം ഏപ്രിൽ 19 അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു പരീക്ഷയല്ലേ പ്രതീക്ഷയോടെ നിൽക്കുന്നത്? ഇത്രയും അതെ, ഈ പ്രതീക്ഷ ഇത് നല്ല ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. എല്ലാവരുടെയും ഏജ് ഓവർ ആവാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, വേറൊരു ചാൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. എന്തായാലും ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്നൊരു 60-70% എന്തായാലും നിയമനം ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. എത്ര പേരാണ് ഇനി? ആകെ 964 പേരുടെ ലിസ്റ്റാണുള്ളത്. അതിൽ ഇനിയും ഇപ്പോൾ 292 പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ബാക്കി അത്രയും പേരുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് ലിസ്റ്റിൽ ഇനി നിരവധി പേർക്ക് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത സാഹചര്യം. 2022 അഡ്വൈസ് വന്നതാണ്. 24 തന്നെ പരീക്ഷയും ഫിസിക്കലെല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരാണ്. 2025 അതായത് ഈ ഏപ്രിൽ മാസം 19 ആകുമ്പോൾ തന്നെ ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അതിനുള്ളിൽ ജോലി ലഭിച്ചില്ലെങ്കിൽ ലിസ്റ്റിൽ ഇനി ഒരിക്കൽ പോലും വരാൻ സാധ്യതയില്ലാത്തത്, അതായത് പരീക്ഷ എഴുതാൻ ഏജ് ഓവർ ആയ ആളുകൾ പോലും ഇവരുടെ ഒപ്പമുണ്ട്. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് പരീക്ഷ എഴുതി ഈ നിലയിലേക്ക് അവരെത്തിയത്. വലിയ പ്രതീക്ഷയോടെ സർക്കാർ ജോലി എന്ന സ്വപ്നവുമായി കാത്തിരുന്നവരാണ്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയതോടെ ജോലിയുണ്ട് എന്നുള്ളൊരു സമാധാനത്തിൽ പല പ്രതീക്ഷകളുമായി കഴിയുന്നവരുണ്ട്. അവരുടെ എല്ലാം അവസ്ഥ ഇപ്പോൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുക എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. നേരത്തെയും CPO റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ച ഒരു പരിസരം കൂടിയാണ് സെക്രട്ടേറിയറ്റ് നട. അന്നും ഒരു ഫലം കാണാതെ തിരികെ പോവേണ്ട അവസ്ഥയിലേക്ക് അവരെല്ലാം മടങ്ങിയിരുന്നു. അവരുടെ അവസ്ഥ ഇവർക്ക് വരരുത് എന്ന് മാത്രമാണ് ആരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം പോലും അവർക്ക് തീർച്ചയില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ശയന പ്രദക്ഷിണം അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടത്തി വന്നിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് നിരാഹാര സമരം 5 ദിവസം എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രതീക്ഷ കൈവിടാതെ ഉദ്യോഗാർത്ഥികൾ ഇവിടെ തുടരുന്നത്. വൃന്ദ. ശരി വിഷ്ണു.